നിർഭാഗ്യവശാൽ ഈ രണ്ട് ടേം എന്ന് പറയുന്നത് LDF ആണ്. അവർക്ക് ഈ മഞ്ചേരിയോടും അതുപോലെ മലപ്പുറത്തിനോടുമുള്ള രാഷ്ട്രീയമായൊരു വിദ്വേഷം അത് ഇതിലൊക്കെ പ്രകടമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. UDF എന്ന് വരട്ടെ. UDF വന്നാൽ തീർച്ചയായും മെഡിക്കൽ കോളേജിൻ്റെ ആവട്ടെ, അതുപോലെ ജില്ലാ ആശുപത്രിയുടെ പ്രശ്നങ്ങളാവട്ടെ, ഇതെല്ലാം തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. മഞ്ചേരി അസംബ്ലി മണ്ഡലം UDFൻ്റെ നല്ല ഒന്നാന്തരം പൊന്നാപുരം കോട്ട തന്നെയാണ്. വളരെ ആഴത്തിൽ വേരോട്ടമുള്ള നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് മഞ്ചേരി അസംബ്ലി മണ്ഡലം. മുമ്പത്തെ മണ്ഡലത്തിൽ അല്പം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ മഞ്ചേരിയിലുള്ളൂ. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ സാഹചര്യം കൂടി UDFന് അനുകൂലമായതുകൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും നല്ല വിജയത്തിലേക്ക് UDFനെ ഈ മണ്ഡലം നയിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഒരു 4 ദശാബ്ദമായിട്ട് ഞാൻ മഞ്ചേരി സ്ഥിര താമസക്കാരനാണ്. തൊട്ടടുത്ത അരീക്കോടാണ് ജന്മസ്ഥലം. അപ്പോൾ മഞ്ചേരിയുടെ ഓരോ നാടിനടപ്പും ചെറുപ്പകാലം തൊട്ട് തന്നെ നന്നായി അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക് ഈ മഞ്ചേരി മണ്ഡലത്തിൻ്റെ അത്യന്താപേക്ഷിതമായ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെ എന്നുള്ളതിനെക്കുറിച്ച് ഒരു സാമാന്യ ധാരണ എനിക്കുണ്ട്. ധാരാളം വികസന പ്രവർത്തനങ്ങൾ മുൻഗാമികളായിട്ടുള്ള ജനപ്രതിനിധികൾ മഞ്ചേരിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ മെഡിക്കൽ കോളേജും ജില്ലാ ആശുപത്രിയും ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ എൻ്റെ മുൻഗാമികൾ ചെയ്തു വച്ചിട്ടുള്ള മഹത്തായ വികസന പ്രവർത്തനങ്ങളാണ്. മാത്രമല്ല CH മുഹമ്മദ് കോയ സാഹിബ്, PP ഉമർ കോയ സാഹിബ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മഹാരഥന്മാരായിട്ടുള്ള നേതാക്കന്മാരാണ് പ്രതിദാനം ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചക്കാരൻ മാത്രമാണ് ഞാൻ. അതിന് യാതൊരു പോറലും ഏൽക്കാതെ കൂടുതൽ നല്ല വികസനത്തിലേക്ക് മഞ്ചേരി നയിക്കുക. മലപ്പുറം ജില്ലയിലെ യഥാർത്ഥത്തിൽ മലപ്പുറത്തിൻ്റെ ഒരു സെക്കൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മഞ്ചേരിയാണ്. ജില്ലാ കോടതി ഇവിടെയാണ്, ജില്ലാ ആശുപത്രി ഇവിടെയാണ്, മെഡിക്കൽ കോളേജ് ഇവിടെയാണ്, എല്ലാം മഞ്ചേരിയിലുണ്ട്. അതിനനുസൃതമായി മഞ്ചേരി പട്ടണത്തിൻ്റെയും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളുടെയും 4 പഞ്ചായത്തുകൾ കൂടി ഇത് ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ഈ പഞ്ചായത്തുകളുടെയും ഒക്കെ തന്നെ സമഗ്രമായ വികസനം അതാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. ഇപ്പോൾ 2 പിണറായി സർക്കാരുകളായി, ഇനി അടുത്തത് UDF അധികാരത്തിൽ വരുമെന്ന് എത്രത്തോളം വിശ്വാസമുണ്ട്? അതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല, യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ ജനങ്ങൾ അതാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പൊളിറ്റിക്കൽ ഇൻഡിക്കേഷൻസാണ് ഈ കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലും കേരളത്തിലുണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് രണ്ടാമതൊരു തവണ കൂടി അവർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും UDF ആണ് ജയിച്ചത്. ഏറ്റവും അവസാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അത് പൊതുവിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സൂചന കാണും. പക്ഷെ ഇത് സൂചന മാത്രമല്ല, വലിയ വിജയമാണ് UDF കരസ്ഥമാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു 3ാമത് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലേ ഇല്ല. തീർച്ചയായിട്ടും UDF തന്നെ അധികാരത്തിൽ വരും. ഈ UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് നേരിടും. ഒരു വികസന കാഴ്ചപ്പാട് പ്രത്യേകിച്ച് നമ്മുടെ പ്രതിപക്ഷ നേതാവ് നടത്തിയ യാത്രയിൽ തന്നെ അത് കേരളത്തിന് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മുന്നോട്ട് വെച്ചുകൊണ്ട് നല്ല വിജയം കേരളത്തിലാകമാനം UDFനെ കരസ്ഥമാക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം.